എന്താ പേര്? രാധാകൃഷ്ണൻ. രാധാകൃഷ്ണനോ? അല്ലോ അല്ല, അത് ഇക്കാക്ക ഒരു തമാശ പറഞ്ഞതാ. കാക്കാന്റെ പേര് ഇല്യാസ്, ഞമ്മന്റെ പേര് മുംതാസ് ബീഗം. നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യട്ടോ, ഞാൻ സാറിനോട് പറഞ്ഞിട്ട് വരാം. ആയിക്കോട്ടെ. നിങ്ങൾ എന്തിനാ അങ്ങനെ പറഞ്ഞത്? ഇപ്പൊ നേരെ ചൊവ്വേ സംസാരിച്ചൂടെ? ഡിവോഴ്സ് എന്നൊക്കെ എന്തിനാ പറഞ്ഞത്? എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? ഇപ്പൊ നമ്മൾ ശരിക്കും ഡിവോഴ്സിന് വന്നതുപോലെ എന്തിനാ ചൂടാവുന്നേ? കേട്ടപ്പോ എന്തോ ഒരു വിഷമം പോലെ തോന്നി. ഇവരിതുവരെ എത്തിയിട്ടില്ലല്ലോ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇതുവരെ ഒന്നും ചെയ്തില്ലെന്നോർത്ത് എനിക്ക് വലിയ വിഷമമായിരുന്നു അവനി. കുറഞ്ഞത് അർഹതപ്പെട്ട സ്വത്തെങ്കിലും നിങ്ങൾക്ക് നൽകാൻ പറ്റിയ എന്തോ ചെറിയൊരു നന്മ ചെയ്ത പോലെയായിരിക്കുമെന്ന് എനിക്ക് എപ്പോഴും തോന്നാറുണ്ട്. അത് ഇന്നത്തെ ദിവസം നടക്കാൻ പോവാ. ഇന്ന് ഡോക്യുമെന്റ്സിലൊക്കെ സൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് തന്നെ കിട്ടും. ടൂറിസ്റ്റ് ഗൈഡ് ആയതിനു ശേഷം ഞാൻ വീട്ടിലെ ചെലവുകൾക്ക് വേണ്ടി കുറച്ച് പണം ചിലപ്പോൾ സമ്പാദിച്ചിട്ടുണ്ടാവും. പക്ഷെ അളിയന്റെ ആ സ്വഭാവം കൊണ്ട് അയാളിൽ പ്രതീക്ഷയില്ലാതെ ചേച്ചി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഞങ്ങളെ വളർത്തിയത്. എനിക്കെന്തെങ്കിലും സംഭവിക്കുമെന്നുള്ള പേടി കൊണ്ടാ ആസ്തി വേണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഒരു ചേച്ചിയെ ലഭിച്ചത് എന്റെ പൂർവ്വജന്മ സുഹൃത്ത്. നിങ്ങളുടെ സാന്നിധ്യത്തില് എല്ലാം നല്ലതുപോലെ നടന്ന് ചേച്ചിക്ക് ആ സ്വത്ത് തിരിച്ച് ലഭിച്ച പിന്നെ ചേച്ചിയുടെ കഷ്ടപ്പാടുകളെല്ലാം മാറും. ചേച്ചി ഈ സമയം കൊണ്ട് ലോയർ സാറിന്റെ ഓഫീസിനടുത്ത് എത്തിയിട്ടുണ്ടാവുമല്ലേ? ഞാൻ കേസ് ഫയൽ ചെയ്തോളാം. ആദ്യത്തെ തവണ രണ്ടുപേരും കോടതി വരേണ്ടി വരും. രണ്ടാമത്തെ കോള് തൊട്ട് ഭർത്താവ് മാത്രം വന്നാൽ മതിയാവും. എന്നാ ഇറങ്ങിക്കോട്ടെ സാറേ. സുജാതയുടെ അനിയത്തി ആവനിയെ പോലെയാണെന്ന് ശ്രീകർ അവിടെ എപ്പോഴും പറയുമായിരുന്നു. സത്യമാണോ എന്ന് ഇന്നറിയാവല്ലോ. ഇതെന്താ സുജാത ഒറ്റയ്ക്ക് വന്നത്? ഇവരെല്ലാവരും കാറിൽ ഒരുമിച്ച് വരുമെന്നാ ഞാൻ കരുതിയേ. അവിടുന്ന് അവരും ഇവിടുന്ന് ഇവരും എന്ന് പറഞ്ഞ പോലൊക്കെ പ്ലാൻ ചെയ്ത് കാണും. ചേച്ചിയെ വിളിക്കുന്നത്. ഒരു 10 മിനിറ്റിൽ അവിടെ എത്തുന്നു പറ. ഹലോ ചേച്ചി, നിങ്ങൾ പറഞ്ഞ അഡ്രസ്സിൽ ഞാൻ എത്തി. ആ, ഞങ്ങളും അടുത്ത് തന്നെയുണ്ട്. ഒരു 10 മിനിറ്റിൽ ഞങ്ങൾ അവിടെ എത്തും. ചേച്ചി അകത്ത് പോയിരുന്നോ? ആ ശരി, നിങ്ങളൊന്ന് വേഗം വരണേ. ശരി ചേച്ചി. ചേച്ചിക്ക് ഈ കാര്യത്തിൽ നല്ല ടെൻഷനുണ്ട്. പറഞ്ഞോളൂ മാഡം. ആ, രണ്ടുപേരും കൂടി വരാനുണ്ട്. നിങ്ങളുടെ പേര്? സുജാത. ശ്രീകർ സാറിന്റെ ബന്ധുവാണോ? അതെ അതെ. നിങ്ങളുടെ സിസ്റ്റർ വരുന്നുണ്ടോ? അവളും വരുന്നുണ്ട്. ശ്രീകർ അവളെയും കൊണ്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. നിങ്ങൾ എത്തിയാലുടനെ കയറ്റിവിടാൻ ലോയർ സാർ പറഞ്ഞായിരുന്നു. നിങ്ങളുടെ സിസ്റ്ററിന്റെ പേരെന്താ? കുറച്ച് പേപ്പേഴ്സ് ഫില്ലപ്പ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ.
കുടിക്കാൻ കുറച്ച് വെള്ളം കിട്ടുമോ? ശരി, ഇതാ മേഡം. ഏട്ടാ, നമ്മളെയാണല്ലോ നോക്കുന്നത്. നമ്മളെങ്ങാനും തിരിച്ചറിഞ്ഞു കാണുമോ? അയ്യോ, തിരിച്ചറിഞ്ഞു കാണുമെന്ന് ഞാൻ വല്ലാതെ പേടിച്ചു പോയി. വേദ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഞാൻ പൂജാമുറി ഒന്ന് വൃത്തിയാക്കിയിട്ട് വരാം. ഇമ്പോർട്ടന്റ് ആയ കാര്യം എന്തെങ്കിലും? അതത്ര ഇമ്പോർട്ടന്റ് കാര്യമൊന്നുമില്ല. നീ പോയിട്ട് വാ. ശ്രദ്ധിക്കണ്ടേ? എന്തിനെത്ര തിരക്ക്? അത് ഞാൻ ശ്രദ്ധിച്ചില്ല അച്ഛാ. എന്താ മോളെ അങ്ങോട്ടെന്താ അത്ഭുതത്തോടെ നോക്കുന്നേ? അത് പിന്നെ ഒന്നുമില്ല അച്ഛാ. അമ്മ പൂജാമുറിയിലേക്ക് പോയതല്ലേ, അതാ നോക്കിയത്. വേദവതിക്ക് ഇതൊന്നും പുതിയ കാര്യമല്ല. ഈ വീട്ടിലെ മരുമകളായി വന്ന ദിവസം തൊട്ട് ആ പൂജാമുറി അവളാ വൃത്തിയാക്കുന്നത്. പൂജയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം അവളുടെ കൈകൊണ്ട് തന്നെ ചെയ്തില്ലെങ്കിൽ വേദവതിക്ക് സന്തോഷം ഉണ്ടാവില്ല, മനസ്സമാധാനം ഉണ്ടാവില്ല. അവരെന്നും ആ മുറിയിൽ കയറി വൃത്തിയാക്കുന്നുണ്ട്. ഒരു തവണ പോലും ആ സർട്ടിഫിക്കറ്റ് അവരുടെ കണ്ണിപ്പെടാത്തത് എന്താ? വേദവതിയുടെ ജാതകം പോലുള്ള ജാതകത്തിൽ പിറന്ന നിനക്കും ഈ സമയം കൊണ്ട് അകത്ത് കയറാം, അമ്മയുടെ ആശീർവാദവും വാങ്ങാം. പക്ഷേ എന്താ നീ അകത്ത് കയറാത്തതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നേയില്ല. നമ്മുടെ കുലഗുരു പറഞ്ഞ പോലെ കല്യാണം കഴിഞ്ഞ ശേഷം ആ മുക്കുത്തി ധരിച്ചാലുടനെ നിനക്ക് അവസരം ലഭിച്ചേക്കാം. എനിക്ക് ശ്രീകരനെ മാത്രം മതി. ഈ ആചാരങ്ങളൊന്നും എനിക്ക് വേണ്ട. കല്യാണ മുഹൂർത്തം കുറിച്ച ദിവസം നീ ആ പൂജാമുറിയിലേക്ക് കയറിയിരുന്നെങ്കിൽ വേദവതി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം നിനക്ക് ചെയ്യാമായിരുന്നു. പോട്ടെ, സംഭവിക്കേണ്ടത് സംഭവിക്കേണ്ട സമയത്ത് തന്നെ സംഭവിക്കും. ശരി അച്ഛാ, അച്ഛൻ പറഞ്ഞത് സത്യം. എല്ലാത്തിനും അതിൻ്റെതായ സമയം ഉണ്ടല്ലോ. കാലവും അതിന് അനുകൂലമാവണം. ആ സമയം ഒരുപാട് ദൂരെ അല്ല മോളെ, അത് അടുത്ത മാസം 6-ാം തീയതിയല്ലേ. ഞങ്ങളുടെ കല്യാണത്തിന് മുമ്പ് അവരുടെ കല്യാണ സർട്ടിഫിക്കറ്റ് അബദ്ധത്തിൽ പോലും പുറത്തു വരാൻ പാടില്ല.
വേദവതി അമ്മയുടെ കയ്യിൽ അത് ഒരിക്കലും ലഭിക്കരുത്. നീ ഇവിടെ എന്താ ചെയ്യുന്ന മോളെ? ആ, പൂജാമുറിയിലേക്ക് വന്നതല്ലേ, എന്തെങ്കിലും സഹായം വേണമെങ്കിൽ ചെയ്യാന്ന് കരുതി വന്നതാ. എത്രയും പെട്ടെന്ന് തന്നെ ഈ ബാധ്യതകളൊക്കെ ഏറ്റെടുക്കാനുള്ളതല്ലേ? അമ്മേ, എന്താ മോളെ? ആ, അകത്ത് എന്താ? ആഹാ, അകത്തെന്തെങ്കിലും പേപ്പർ കണ്ടിരുന്നോ? എന്ത് പേപ്പർ? അതോ, അത് പറ മോളെ. എനിക്ക് ആവശ്യമുള്ള പേപ്പർ ഒരെണ്ണം മിസ്സായി പോയി, അതുകൊണ്ട് ചോദിച്ചതാ. ഞാനവിടെ ഒന്നും കണ്ടില്ലല്ലോ. അടുത്ത തവണ വൃത്തിയാക്കുമ്പോ എന്തെങ്കിലും കണ്ടാ ഞാൻ കൊണ്ടുവന്ന് തരാം മോളെ. അത് കുഴപ്പമില്ല, ഞാൻ റൂമിൽ പോയി ബാഗിൽ ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കട്ടെ. ശരി. അത് കണ്ടാ നിങ്ങൾ എനിക്ക് തിരിച്ചുകൊണ്ട് തരില്ലല്ലോ. അത് കാരണം ഈ വീട്ടിൽ ചിലപ്പോ വലിയ യുദ്ധം തന്നെ നടക്കും. ആ മാരേജ് സർട്ടിഫിക്കറ്റ് ഇത്ര സേഫ് ആയിട്ട് എവിടെയാ കുരുങ്ങി കിടക്കുന്നത്? അവനി, ശക്തമായ ഈ തെളിവ് നിന്റെ കയ്യിൽ ഒരിക്കലും വരാതെ ഞാൻ നോക്കിക്കോളാം. അവരിതുവരെ ഇങ്ങോട്ട് എത്തിയില്ലല്ലോ. സുജാത മാഡം, സാറിന് പുറത്തേക്ക് പോകണം. അവരാരും ഇതുവരെ എത്തിയില്ലേ? ഞാൻ നേരത്തെ വിളിച്ചു നോക്കിയപ്പോ അവരിങ്ങ് എത്താറായിന്നാ പറഞ്ഞത്. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കാവോ? ആ, ശരി. സസ്പെൻസ് ത്രില്ലർ സിനിമയുടെ ക്ലൈമാക്സിനേക്കാൾ കഷ്ടമുണ്ട് കേട്ടോ ഇതിന്റെ ടെൻഷൻ. അവളുടെ അനിയത്തി ആരോ ആവട്ടെ, എന്റെ ജീവിതത്തിൽ ഇതുവരെ ഒരാളെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നിട്ടില്ല. ശ്രീകർ ഇറങ്ങിയല്ലോ. ഇനി വരാനുള്ളത് സുജാതയുടെ അനിയത്തിയാ. സുജാതയുടെ അനിയത്തിയും കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് ആവനെയും കൊണ്ടുവരുന്ന എന്താ? അതാ എനിക്കും മനസ്സിലാവാതെ. ഇതെന്തോ ട്വിസ്റ്റാ. അവൾക്ക് ചിലപ്പോ സംശയം തോന്നും എന്നായിരുന്നു. ഇതെന്താ ഇത്ര ലേറ്റ് ആയത്? പഞ്ചറായി പോയി. സ്റ്റെപ്പിന് ചേഞ്ച് ചെയ്ത് വന്നപ്പോഴേക്കും കുറച്ച് ലേറ്റായി. വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ലല്ലോ? ഇല്ല ചേച്ചി.
ഇവിടെ ചേച്ചി പരിചയമുള്ള ആരെയും തന്നെ കണ്ടില്ലല്ലോ അല്ലേ? ആഹാ ഇല്ല. അവരെത്തിയോ? ആ അവരെത്തിയതേ ഉള്ളൂ. ഇവര് പോയ ഉടനെ തന്നെ നിങ്ങളെ വിളിച്ചോളാം കേട്ടോ. അൽഹംദുലില്ലാ. നിങ്ങൾ വന്നോളൂ. നടക്കൂ. ആവനിയും കൊണ്ട് അകത്തേക്ക് പോകുന്ന എന്താ? അതെന്തിനാ? വരൂ സാർ. നമസ്കാരം സർ. നമസ്തേ, ഇരിക്കൂ. അകത്തെന്താ സംഭവിക്കുന്നത് നോക്കാം വാ. നടക്ക്. വീഡിയോ എടുത്തു വെക്ക്. സർ, ഞാൻ ഇന്നലെ സാറിനോട് പറഞ്ഞ പോലെ തന്നെ സിസ്റ്റേഴ്സിന് രണ്ടുപേരെയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് ചേച്ചി സുജാത, ഇത് അനിയത്തി ആവനി, സുജാതയുടെ അനിയത്തിയ. നമസ്തേ സർ. നമസ്തേ സർ. നമസ്തേ മോളെ. ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് അവനിക്ക് നേരത്തെ എത്താൻ പറ്റിയില്ല. ഒരു ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് ചേച്ചിക്കും അനിയത്തിയെ പറ്റി മുൻപ് പറയാൻ പറ്റിയില്ല. എൻ്റെ അച്ഛൻ സുജാത ചേച്ചിയുടെ സ്വന്തം അമ്മാവനാണെങ്കിലും മുൻപ് നടന്ന കുറച്ച് സംഭവങ്ങൾ കാരണം അമ്മാവനോടും അമ്മയോടും പോലും അനിയത്തിയെ പറ്റി പറയാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. നിങ്ങൾ രണ്ടുപേരും ചേച്ചി അനിയത്തിമാരാന്ന് എനിക്ക് ഉറപ്പിക്കാവോ? തീർച്ചയായും ഇവൾ എന്റെ അനിയത്തി തന്നെയാ. രണ്ടുപേരും ഒരേ അമ്മയുടെ വയറ്റിൽ തന്നെയാണ് ജനിച്ചത്. അത് തെളിയിക്കാനുള്ള എല്ലാ രേഖകളും എന്റെ കയ്യിലുണ്ട്. ശ്രീകർ പറഞ്ഞതുപോലെ തന്നെ എന്റെ അനിയത്തിയെക്കുറിച്ച് ഞാൻ ആരോടും പറയാതിരിക്കുന്നുണ്ടെങ്കിൽ കർണന്റെ മരണത്തിന് 1000 കാരണമുള്ളതുപോലെ എനിക്കും 1000 കാരണങ്ങളുണ്ട്. ഞാൻ ഇവളുടെ സ്വന്തം ചേച്ചിയാണെന്നുള്ള സത്യം കുറച്ചു നാളുകൂടി ഒരാൾ പോലും അറിയാൻ പാടില്ല. എല്ലാത്തിനും സമയം ഒത്തുവരുമ്പോ ആ സത്യം ഞങ്ങൾ തന്നെ പുറത്തു പറഞ്ഞോളാം. അച്ഛനമ്മമാരുടെ ആസ്തി ഞങ്ങൾക്ക് ലഭിച്ച എന്റെ ചേച്ചിക്ക് ഉപകാരപ്പെടുമെന്ന് കരുതിയാ എനിക്കിപ്പോ പുറത്തേക്ക് വരേണ്ടി വന്നത്. ഇല്ലെങ്കിൽ ഞാനിങ്ങോട്ട് വരുമായിരുന്നില്ല. ശരി മോളെ. പ്രസാദ് റാവ് സാറിന്റെ കയ്യില് ഞാൻ കൊടുത്തുവിട്ട ഡോക്യുമെന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടോ? ആ ഇതാ സാറേ. ആ ഡോക്യുമെന്റ്സിലൊക്കെ നിങ്ങൾ രണ്ടുപേരും ഒപ്പുവെക്കണം. ഈ പേപ്പറിൽ നിങ്ങളും സൈൻ ചെയ്യണം. പിന്നെ രണ്ടുപേരും സുഭദ്ര ത്രിനാഥറാവു സാറിന്റെ മക്കളാണെന്ന് തെളിയിക്കുന്ന എവിഡൻസ് ഒക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ആദ്യം നിങ്ങൾ സൈൻ ചെയ്തോളൂ. കോർട്ട് ടൈം ആയി തുടങ്ങി. എനിക്ക് എത്രയും വേഗം കോർട്ടിൽ ഇത് സബ്മിറ്റ് ചെയ്യണം. പെട്ടെന്നാവട്ടെ. ചേട്ടാ പോവാം. എന്റെ പൊന്ന് ശ്രീപത്മനാഭ, നമ്മളീ കണ്ടതൊക്കെ സത്യമാണോ? എനിക്ക് പെട്ടെന്ന് തല കറങ്ങിപ്പോയി. ഇത്രയും വലിയൊരു ഷോക്ക് തരുമെന്ന് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇത്ര നാള് സുജാതയുടെ ഫ്രണ്ടായിട്ടും മിലിറ്ററി മുരളിയുടെ പെങ്ങളായിട്ടും എന്തിനാ നമ്മുടെ വീട്ടിൽ നിന്നേ? സുജാതയെ ചേച്ചി എന്ന് വിളിക്കാതെ സുജാത ചേച്ചി സുജാത ചേച്ചി എന്ന് വിളിക്കുന്നത് എന്തിനാ? ശ്രീകർ ഇതെല്ലാം അറിഞ്ഞിട്ടും എന്താ ഈ സത്യം നമ്മളോട് പറയാത്തത്? അതിന്റെ പിന്നിലുള്ള കാര്യം എന്തായിരിക്കും? ആകെ ആശയക്കുഴപ്പത്തിലായല്ലോ.
ശ്രീകർ ആണെങ്കിൽ ആ സുജാതയുടെ കുടുംബത്തിന് അവർ ചോദിക്കുമ്പോൾ വേണ്ട അത്രയും കൊടുത്ത് ഇതുപോലെ ഹെൽപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും. ആ അവനി വളരെ ബ്രില്യൻ്റ് ആയി ആ വീട്ടിൽ നിന്നെല്ലാം തട്ടിയെടുക്കുക. നമ്മുടെ അറിവോടെ തന്നെ 5 ലക്ഷത്തിന്റെ സഹായം ചെയ്തു. അപ്പൊ നമ്മൾ അറിയാതെ അവൻ എന്തൊക്കെ ചെയ്യുന്നുണ്ടാവും? ഒരു വലിയ സംശയമുണ്ട്. എന്താ അത്? സുജാത വേദവതി അമ്മയുടെ വീട്ടിലെ മരുമകളാവാൻ പറ്റാത്ത വൈരാഗ്യം മനസ്സിൽ വെച്ച് അച്ഛനെയും അമ്മയും എപ്പോഴും വഴക്ക് പറയുമായിരുന്നു. അവരെ കുറിച്ച് നമ്മൾ പോലും അറിയാതെ ഒരുപാട് കാലം കൊണ്ടു നടന്നു. പക്ഷേ ആവനിക്ക് അതിന്റെ ആവശ്യം എന്താ ഉള്ളത്? എനിക്കറിയില്ല. സ്വന്തം അനന്തരവളായിട്ടും സ്ട്രെയിറ്റ്ലി ആ റിലേഷൻ വെച്ച് വരാതെ ഇങ്ങനെ ചുറ്റി വളഞ്ഞു വരുന്നത് എന്തിനാ? ഇതിന് പിറകിൽ എന്തോ ചതിയുണ്ട്, കുതന്ത്രവും ഉണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യില്ല. ഇത്ര ദിവസം അതിഥിയായി നിന്ന് നമ്മളെല്ലാം അവള് ഭേഷ പറ്റിക്കായിരുന്നു. ഇപ്പോ നമ്മുടെ കൈ ശക്തമായ തെളിവുണ്ട്. അമ്മയോട് ഈ സത്യം പോയി പറഞ്ഞു കഴിഞ്ഞാ ചെയ്ത ചതി അറിഞ്ഞ് ആവനി അവിടുന്ന് ഗെറ്റ് ഔട്ട് അടിക്കും. പോയി കൈയോടെ ബോംബ് പൊട്ടിച്ചേക്കാം. വാ. വണ്ടി കയറ്. ഓക്കെ ശ്രീകർ സാർ, മൊത്തത്തിൽ നിങ്ങൾ ഇനിഷ്യേറ്റ് ചെയ്തതുകൊണ്ട് അവസാന ദിവസം ഒപ്പിടുന്ന ഈ ചടങ്ങ് കഴിഞ്ഞു. അതുപോലെ തന്നെ പ്രസാദ് റാവു സാറിന്റെ അനന്തരവൾ ആരാണെന്ന് അറിയാനും കഴിഞ്ഞു. ഇന്ന് ഞാനിത് കോർട്ടിൽ പ്രൊസീഡ് ചെയ്യാം. എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രോപ്പർട്ടി നിങ്ങൾക്ക് കിട്ടിയെന്ന ഗുഡ് ന്യൂസ് ഞാൻ പറയാം. താങ്ക് യു സർ. സർ, എന്നാ ഞങ്ങൾ ഇറങ്ങിക്കോട്ടെ? 1 സെക്കൻഡ്.